ചേട്ടാ എവിടുന്നാണ്? പുല്ലൂരിൽ നിന്നാണ്. കൊല്ലംകാരനാണ്. എങ്ങനെയുണ്ട് കലോത്സവം? പരിപാടി ആദ്യമായിട്ടാണ് വരുന്ന കലോത്സവം. ആദ്യമായിട്ടാണ് കലോത്സവം കാണുന്നതും ഇതുപോലെ ഒരു പരിപാടിയെ കണ്ടിട്ടില്ല. 15 വർഷത്തിന് ശേഷമാണ് കൊല്ലത്തെത്തുന്നത്. ഇനി 15 വർഷം കഴിഞ്ഞില്ലേ കാണാൻ നോക്കൂ. അതെ, അതുകൊണ്ടാണ് ഈ പ്രാവശ്യം വന്നത്. ഇല്ലേ നമ്മളുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. കുടുംബമായിട്ടാണോ വന്നേ? അല്ലല്ല, ഒറ്റയ്ക്കാ വന്നത്. ചേട്ടാ എവിടുന്നാണ്? കൊല്ലം തന്നെയാണ്. കൊല്ലംകാർ മാത്രമല്ല ഇവിടെ. പേടിക്കട്ടല്ലേ. പിന്നെ എന്തൊക്കെ പരിപാടികൾ? ഞങ്ങൾ ഈ സംസ്ഥാനത്തിലുള്ള എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഫുഡും നല്ല രീതിയിലുള്ള കാഴ്ചകളും നല്ല രീതിയിലുള്ള ഉത്സവമാണിത്. ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലർക്കും വീട്ടിൽ പോകാൻ താല്പര്യം ഇല്ല. കുട്ടികൾക്ക്, അധ്യാപകർക്കും, വടക്കുന്ന വന്നവർക്കൊക്കെ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്നുള്ള ആ ഒരു ചൊല്ല് അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഈ കലോത്സവം നടന്നിട്ടുള്ളത്. ചേച്ചി എവിടുന്നാണ്? പുല്ലൂരുകാരാണ്. എല്ലാം പുല്ലൂരുകാരാണോ? എങ്ങനെയുണ്ടായിരുന്നു പരിപാടികളൊക്കെ? എന്തൊക്കെ മത്സരങ്ങൾ കണ്ടു? മത്സരം കുറച്ചേ കാണാൻ പറ്റുള്ളൂ. സ്കൂളിൽ നിന്ന് വരുന്നു. മമ്മൂട്ടി കാണാൻ വന്നതാണോ? അല്ലല്ല, കാണണ്ടേ? കാണണം. മമ്മൂട്ടി കാണണം. ചേച്ചി മമ്മൂട്ടി ആരാധന തോന്നുന്നു. ഇഷ്ടപ്പെട്ട സിനിമ ഏതാ മമ്മൂട്ടിയുടെ? സിനിമ എല്ലാം എനിക്ക് ഇഷ്ടമാണ്. നരസിംഹം. അത് മോഹൻലാലിന്റെ. അപ്പോ ഒരുപാട് പേര് ഇവിടെ മത്സരം കാണാനും മമ്മൂട്ടിയെ കാണാനും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ടീച്ചർ എന്താ പറയണ്ടോ? എന്താണ്? സ്കൂളിൽ നിന്ന് വന്ന എല്ലാവരും കൂടെ ആണ്. എത്ര പേരുണ്ട്? 10 പേര്. സ്കൂളിലെ ടീച്ചർമാരെല്ലാവരും കൂടെ ഇന്ന് വന്നു. 10 ടീച്ചർമാർ. 10 ടീച്ചർമാർ ഇന്ന് വന്നു. എവിടുന്നാണ്? വിളക്കുടി. എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവം? കലോത്സവം നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. ഏതൊക്കെ മത്സരങ്ങൾ കണ്ടു? ഇല്ല, ഇന്നാണ് വന്നത്. കാണാൻ പറ്റുള്ളൂ. ഫുള്ള് കുട്ടികൾ ഉണ്ടായിട്ട് അവധി കൊടുക്കാൻ പറ്റിയില്ല. പഴയടത്തിന് സദ്യ കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. കിട്ടിയില്ല. മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു പഴയടത്തിന് സദ്യ? എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാ ദിവസവും കഴിച്ചോ അവിടുന്ന്? ഇല്ല, ഞങ്ങൾ ഇന്ന് ഇഷ്ടപ്പെട്ട വിഭവം എന്തായിരുന്നു? പായസമായിരുന്നു. ദോശയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ കുട്ടികൾ പഴയണത്തിന് ദോശയൊക്കെ കഴിച്ച് സമ്മാനമൊക്കെ അടിച്ച് ഇവിടെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് നിൽക്കുകയാണ്. കൊല്ലംകാരിങ്ങനെ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. രാഹുലിൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളായതേ ഉള്ളൂ. കല്യാണത്തെക്കാൾ വലുതാണ് കലോത്സവം എന്ന് തെളിയിച്ചത്. അതായത് ഈ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ലിനെ അല്ലെങ്കിൽ ആ ഒരു പ്രയോഗത്തെ ജീവിതത്തിലൂടെ അന്വർത്ഥമാക്കിയിരിക്കുകയാണ് രാഹുൽ. എന്താണ് ഈ ഭാര്യ ആവണി, നമ്മുടെ ഈ സുഹൃത്താണ് ആവണി, എന്താണ് കലാപം ഉണ്ടാക്കും വീട്ടിൽ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്നത് പോലെ കല്യാണം എന്നൊക്കെ ഉള്ളത് എന്താ പറയുക, അത് കഴിഞ്ഞു, സാങ്കേതികമാണ്. ഈ പറയുന്നത് 5ാം ക്ലാസ് മുതൽ തുടങ്ങിയ ഒരു കലോത്സവ അനുഭവമാണ്, ജീവിതമാണ്. അപ്പം അത്രമാത്രം ഭയങ്കരമായി നമ്മളെ ചേർന്ന് കിടക്കുന്ന ഒരു അനുഭവമാണ് കലോത്സവം എന്ന് പറയുന്നത്. ഈ കുട്ടികളെ പോലെ തന്നെ വണ്ടി പിടിച്ച് പാട്ട് പ്രാക്ടീസ് ചെയ്ത് ക്ലാസ് കട്ട് ചെയ്താണ് പ്രാക്ടീസ് ചെയ്തത്. സന്തോഷമില്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലതും ചെയ്യുന്നത്. ശരി, അപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നു, അത് പഠിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനമായി ഉപജില്ല കഴിഞ്ഞ് ജില്ലയെ ഫസ്റ്റ് കിട്ടുമ്പോൾ ഒരു ഭയങ്കര ഫീലിംഗ് ഉണ്ടല്ലോ നിങ്ങൾക്കല്ലേ? അല്ലേ? എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ ഫീലിംഗ് കഴിഞ്ഞ് അവർ ഈ സംസ്ഥാന കലോത്സവം വന്ന് മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടുമ്പോൾ അവർക്കുണ്ടാകുന്ന അഭിമാനം എന്ന് പറയുന്നത് ഈ സ്വർണ്ണ കപ്പിനേക്കാളും ഒക്കെ വലുതായിരിക്കും. ഇവർ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരം എന്ന് പറഞ്ഞാൽ അല്ലേ? നമുക്ക് ഇത്രയും ദിവസം നമുക്ക് കിട്ടിയൊരു ആവേശം എന്ന് പറഞ്ഞാൽ പോരാട്ടം തന്നെയായിരുന്നു. ഇഞ്ചോട് ഇഞ്ച ഒരു ക്ലൂ തരാതെ അവസാന നിമിഷം ഒരു ഫോട്ടോ ഫിനിഷിലൂടെ കണ്ണൂർ അത് കൊണ്ടുവന്നു. അതാണല്ലോ മത്സരം. ഏറ്റവും മുന്നിലുള്ളവർക്കും ഏറ്റവും അവസാനമുള്ളവർക്കും ആ പോരാട്ടം കാഴ്ചവെക്കുക, ഈ കൊല്ലം നഗരിയുടെ ഒരു ഭംഗി ആസ്വദിക്കുക, ഈ എല്ലാവർക്കും ഒരു ദൃശ്യം ഇരുന്നൊരുക്കുക. ഓരോ വർഷവും ആളുകൾ ഈ കലോത്സവം അത്രമേൽ നെഞ്ചിലേറ്റുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ അത്തരത്തിലുള്ളൊരു മനോഹര കാഴ്ച തന്നെയാണ് ഈ കൊല്ലം എനിക്ക് സമ്മാനിച്ചത്. കൊല്ലത്ത് ഞാൻ വന്നത് നാട്ടുകാർ നേരത്തെ നമ്മൾ പലതും പറഞ്ഞെങ്കിലും കൊല്ലം നല്ല മനോഹരമായ അനുഭവങ്ങൾ തന്നെയായിരുന്നു. കൊല്ലത്ത് വന്നാൽ ഉള്ളിലുള്ളത് അവസാനം പുറത്തു വരും എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. കാരണം കൊല്ലത്തെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞത് ഭയങ്കര നല്ലത് പറയുന്നുണ്ട്. ഇത് ഈ പരിചമുട്ട് കളിക്കാൻ വന്ന പയ്യനാണ്. മോനെ കൈയൊന്ന് കാണിച്ചേ. കൈക്ക് പരിക്ക് പറ്റി. പക്ഷെ ആ പരിക്ക് മോനെ പോരാട്ടത്തെ തളർത്തിയിട്ടുണ്ടോ? ഇല്ല. എന്തുമായിട്ടാണ് മടങ്ങുന്നത്? എ ഗ്രേഡ് ഉണ്ടോ? എ ഗ്രേഡ് ഉണ്ട്. എവിടുന്നാണ് മോനെ? തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. കൊല്ലം ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? കൊല്ലത്തിനൊരു യോഗ എടുക്കത്തില്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ ഈ കലോത്സവത്തിന്റെ അനുഭവങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞങ്ങളിവിടെ എത്തിയത് ഇന്നലെയാണ്. അപ്പോൾ ഇന്നലെ എത്തിയതിന് ശേഷം ഞങ്ങളിവിടെ സ്റ്റേ അടിച്ച് ഇന്ന് വന്ന് ചെയ്തു. പക്ഷെ എല്ലാതും കറക്റ്റ് ടൈമിന് തന്നെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഫസ്റ്റ് കലോത്സവം ഞങ്ങൾ ഈ ടീമിൻ്റെ ഫസ്റ്റ് കലോത്സവമാണ്. അപ്പോൾ ഞങ്ങൾ +2 പിള്ളേ ഞങ്ങളുടെ ഫസ്റ്റ് ലാസ്റ്റ് കലോത്സവം തന്നെയാണ്. പക്ഷേ അത് കുറേ മെമ്മറി ആയിട്ട് തന്നെ തീർന്നു. അത് പൈസ ഇടിച്ചതാ കളിക്കുന്നിടയിൽ. ഇങ്ങനെ അപകടങ്ങളൊക്കെ പറ്റാറുണ്ടോ? അത് പ്രാക്ടീസിനിടെ തന്നെ പറ്റാറുണ്ട്. പക്ഷേ ഇത് കാര്യമാക്കില്ല, കളിച്ചുകൊണ്ട് ശ്രദ്ധിച്ചില്ല. കളി കഴിഞ്ഞപ്പോൾ തന്നെ വേദന അറിഞ്ഞില്ല. കളി അറിഞ്ഞില്ല. കളി കഴിഞ്ഞിട്ട് ആ വാശിയിൽ നിൽക്കായിരുന്നു. കൂട്ടുകാരൊക്കെ അറിഞ്ഞായിരുന്നോ? ഇത് സ്ഥിരമാണ്. പരിചമുട്ടികളാകുമ്പോൾ ഹോട്ടലൊക്കെ ഉള്ളതാണ്. മുഖത്തൊരു ചെറിയ ക്ഷീണമുണ്ട്. ഒരു വെള്ളം കുടിക്കാനുള്ള സമയം ഈ കയ്യിൽ പരിക്ക് പറ്റിയിട്ട് അവർ ആ പോരാട്ട വീര്യത്തിൽ എ ഗ്രേഡ് അടിച്ചിട്ട് നിൽക്കുകയാണ്.